മാം വന്നില്ലേ? ഇല്ല മാം എത്തിയിട്ടില്ല, ദുബായിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദൂരമായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല. അതപ്പോ മാമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ വരുന്നുണ്ട്, അപ്പൊ ഞാൻ റൂമയിൽ പോയിട്ട് എന്റെ റീസർവീസ് ചെയ്യും. അപ്പൊ നമ്മള് LW ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ദുബായിൽ പോയിട്ട് ഹെയറിൽ സ്പാ ചെയ്തു, കളർ ചെയ്തു, അതുപോലെ കേള് ചെയ്തു, സ്ട്രെയിറ്റും ചെയ്തു. പക്ഷെ എക്സ്റ്റൻഷനോ ഹെയറിനോ യാതൊരുവിധ ഡാമേജും വീഡിയോസ് കണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീസർവീസ് ചെയ്യണമല്ലോ 3-4 മാസം കൂടുമ്പത്തേന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. മാം ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഊരി വന്നു, എന്തൊക്കെയോ പൊടിഞ്ഞ് ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനെ പറ്റി എന്താ മാം? എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 1 മാസം, അതായത് എക്സ്റ്റൻഷൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ BBയിൽ പോയത്. ഇത്തവണത്തെ 7 എന്ന് പറയുന്നത് BB7 എന്ന് പറഞ്ഞ ഒരു 7ന്റെ പണിയായിരുന്നു. നമ്മുടെ തിങ്സ് ഒന്നും നമുക്ക് കിട്ടൂല. ഒരു 23 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതൊക്കെ കിട്ടിയത്. അതായത് എക്സ്റ്റൻഷന് ശേഷം നമുക്ക് ഈ വൈൽഡ് കോമ്പിട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് അല്ലേ? പക്ഷെ അവിടെ നമുക്ക് ഇത് കിട്ടിയില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല. അതിന് പകരം ഈ ചെറിയ കോമ്പാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അല്ലാതെ വേറൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഹെയർ വാഷ് പോസിബിൾ ആയിരിക്കും മാം? എല്ലാ ദിവസവും നമുക്ക് കുളിക്കാം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും അതെനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്. അവിടെ വേറൊരു നാടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം ഡെയിലി എൻ്റെ തല കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹെയർ ഞാൻ വാഷ് ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഹെയർ വാഷ്, ഷാമ്പു വാഷ് ചെയ്യും. ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ റീസർവീസ് ടൈം ആകും എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇത്ര ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി റീഫിക്സ് ചെയ്യും. ആ പ്രൊസീജിയർ ആട്ടോ റീസർവീസ്. ഇതൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴായിരിക്കും ഈ റീസർവീസ് ടൈം ആകുന്നത്. പിന്നെ മൈൽഡ് ഷാമ്പൂസ് യൂസ് ചെയ്യാം. ദാത്രി പോലത്തെ മൈൽഡ് ഷാമ്പൂസ് ആയിരിക്കും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഡാൻഡ്രഫ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പൂസ് അവൈലബിൾ ആയിരിക്കും. അത് യൂസ് ചെയ്ത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ കൺട്രോൾ ചെയ്യാം. ആ ഷാമ്പൂസ് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഹെയർ എല്ലാം ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് വാക്സിങ് ടൈം ഉണ്ടാവും. അതിൽ മാമിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടല്ലോ, സ്കിൻ വൈറ്റനിങ്. അപ്പോൾ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാം കേട്ടോ ആ ടൈം കൊണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ ഹെയർ. ഈ ഹെയറിലാണ് ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തതും അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്. സ്കിൻ വൈറ്റനിങ്ങിന്റെ സെക്കൻഡ് സിറ്റിംഗ് ആട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പ്രൊസീജിയർ. ഇതിന്റെ എക്സാക്ട് റിസൾട്ട് വരുന്നത് 4 വീക്സ് ഗ്യാപ്പിലായിരിക്കും റിസൾട്ട് വിസിബിൾ ആയിട്ട് വരുള്ളൂ. അതിന്റെ കൂടെ തന്നെ ഗ്ലൂട്ടാവിയും കൂടി ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം ഞാൻ റൂമയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ്റെ റീസർവീസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം, യാതൊരുവിധ പ്രശ്നവുമില്ല. അതുപോലെ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വേണം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ റീസർവീസ് ചെയ്യണം. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് റീസർവീസ് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ സ്കിൻ വൈറ്റനിങ്ങിൻ്റെ സെക്കൻഡ് സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ IV ഗ്ലൂട്ടായും എടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് റൂമ കോസ്മെറ്റിക്സ്. സ്പെഷ്യൽ താങ്ക്സ് റൂമ മാം.